തൂങ്ങിയവരോടൊന്നും ആരും ലോകം നിൽക്കില്ല. കറക്റ്റ് ഒന്നോ? ഒരു കൊച്ചു ക്ലാസ് എടുത്ത് നോക്കും. പിള്ളേരെ പെട്ടെന്ന് പോയി കൂടുന്ന ആളാണ് ആക്റ്റീവായിട്ടുള്ളവരാണ്. എന്നിട്ട് കൊച്ചു പിള്ളേരെ ക്ലാസ്സിൽ പോകുന്നതൊന്നും പറയില്ല. അപ്പൊ നമ്മളെപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കുക, എന്തൂസിയാസ്റ്റിക് ആയിട്ടിരിക്കുക. അങ്ങനെയുള്ളവർക്കാണ് വലിയ ലെവലിലേക്ക് എത്താൻ പറ്റുക. എപ്പോഴാണ് നമ്മൾ എനർജറ്റിക് ആയിട്ടിരിക്കാൻ പറ്റുന്നത്? ലക്ഷ്യങ്ങൾ വലുതാവുകയും അത് നേടാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഉണ്ടാവുകയും ആ വിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്യുമ്പോഴാണ് ആ ലക്ഷ്യങ്ങൾക്ക് എന്ത് വരിക, ആ ഒരു എനർജി എന്തൂസിയാസ്റ്റിക് വരിക. സമയം ഞാൻ കൂടുതലും ദീർഘിപ്പിക്കുന്നില്ല. പെർമനന്റ് സീലിംഗ് ഉള്ള നാട്ടിലുള്ള ആൾക്കാർ എത്ര പേരുണ്ട്? ഇക്വേഷൻ ഇവിടെ ഇല്ല. 2 ഓർഗനൈസേഷനുകൾ 500 പേരുടെ നമ്പർ പറഞ്ഞു. 200 പേരെ ആക്റ്റീവായിട്ട് നിൽക്കണം. ആ 200 പേരെ ലീഡ് ചെയ്യാൻ ഒരു 20 ലീഡേഴ്സ് ഉണ്ടാവണം. ആ 20 ലീഡേഴ്സ് ആ 200 ആളുകളിലും കൂടെ അഥവാ 10 പേരിലും കൂടെ 1 ലക്ഷം വീഡിയോ ഒരാഴ്ച കൊണ്ടുവരണം. 20x1 20 ലക്ഷം വീഡിയോ മാക്സിമം ഫീലിംഗ് ആണ്. ലിസ്റ്റില് ഒന്ന് കൃത്യമായി പ്ലാൻ ചെയ്താൽ ഒരു 100 പേരുടെ ടീമിൽ 20 പേരെ കണ്ടെത്താൻ പറ്റും. അവരൊന്ന് വർക്ക് ചെയ്താൽ 20 ലക്ഷം വീഡിയോ വരും ഒരാഴ്ച. സിമ്പിൾ തിങ്. ഇനി അടുത്തത്, ഇത് സ്ഥിരമായി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ 2 ഓർഗനൈസേഷനിലും 100-ലധികം ആളുകൾക്ക് ആ 20 ആൾക്കാരും ഓരോ ആഴ്ചയും പ്ലാൻ കൊടുക്കണം. ഭൂരിഭാഗവും 1-to-1 ഹൗസ് മീറ്റിംഗുകൾ ശക്തമാവണം. വീക്കിലി മീറ്റിംഗുകളിൽ ഗസ്റ്റുകൾ പരമാവധി കയറണം. പിന്നെ ആഴ്ചയിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും ട്രെയിനിങ് ഉണ്ടാകണം. ട്രെയിനിങ് കണ്ടിന്യൂസ് ആയിട്ട് നിലനിർത്തണം. ഒരേ സബ്ജക്ട് സംസാരിച്ചാൽ മതി. ഒരുപാട് കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. എല്ലാവരും ഒരേ ജോലി തന്നെയല്ലേ എപ്പോഴും ചെയ്യുന്നു. മാറ്റം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സ്കൂളിൽ കണക്ക് പഠിക്കുന്ന അധ്യാപകൻ പിറ്റേ ദിവസം മുതൽ ഒരു മാറ്റത്തിന് വേണ്ടി സയൻസ് പഠിപ്പിക്കാൻ പറഞ്ഞു. കണക്ക് തന്നെ പഠിക്കാൻ മതി. അപ്പൊ നിങ്ങൾ ഇവിടെയുള്ള അതേ ടോപ്പിക്ക് വീണ്ടും 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 പറയുമ്പോൾ നിങ്ങളും ധർമാവും അവരും മാസ്റ്റേഴ്സ് ആവും. ദ ബെസ്റ്റ് വേ ടു ലേൺ എ സബ്ജക്ട് ഈസ് ടു ടീച്ച് ഇറ്റ് ടു അതേഴ്സ്. പക്ഷെ പഠിപ്പിക്കുന്നതിന് മുമ്പ് സ്വന്തമായിട്ടൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കണം. അത്രമാത്രമേ ഉള്ളൂ. ഇനി നിങ്ങളുടെ 2 ഓർഗനൈസേഷനിലും ഓരോ സീലിംഗ് അച്ചീവേഴ്സ് വന്നാൽ നിങ്ങൾ പെർമനന്റ് സീലിംഗ് അച്ചീവർ ആയി. അങ്ങനെ 2 ടീമിനെ പെർമനന്റ് സീലിംഗ് അച്ചീവർ ആയിട്ട് വേണം നിങ്ങൾ 3ാമത്തെ ഡെവലപ്മെന്റിലേക്ക് പോവാൻ. എങ്കിലേ ഓർഗനൈസേഷൻ 1-ൽ ചെയ്യണോ 2-ൽ ചെയ്യണോ എന്ന് പോലും അറിയാൻ പറ്റും. വെറുതെ 3-4 ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. ആരും ഓൾറെഡി? ഇനി ഞാൻ എന്റെ പ്രോഗ്രാമിന്റെ കൺക്ലൂഷനിലേക്ക് കടക്കണം. ഏറ്റവും കാതലായ ഭാഗമാണ് ഞാൻ പറയുന്നത്, ഗെറ്റ് റെഡി ടു ചേഞ്ച്. ഈ ലോകത്ത് മാറ്റമില്ലാത്ത ഒരേ ഒരു കാര്യം മാറ്റം മാത്രമേ ഉള്ളൂ. മാറാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ ലോകത്ത് അതിജീവിക്കാൻ പറ്റിയിട്ടുള്ളൂ. ലോകത്തെ ഏറ്റവും ശക്തരായ ഡിനോസേഴ്സ് ഇന്നില്ല, മാറാൻ തയ്യാറായില്ല. ലോകത്തെ ഏറ്റവും ബുദ്ധിശക്തിയുള്ളവരും ഇന്നില്ല. ആരൊക്കെയാണ് അഡോപ്റ്റബിൾ ടു ചേഞ്ച്, മാറ്റങ്ങൾക്ക് തയ്യാറായവർ മാത്രമേ സർവൈവ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് മാറ്റം വന്ന് നമ്മളെ ഈ ലോകത്തൊന്ന് മാറ്റുന്നതിന് മുമ്പ് നമ്മളൊന്ന് മാറുക. മാറ്റം വരുത്താൻ വേണ്ടി നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മളുടെ അച്ചീവ്മെന്റ് കണ്ട് 10,000-കണക്കിന് ആളുകളുടെ കുടുംബങ്ങളിലും മാറ്റം ഉണ്ടാക്കാൻ തീരുമാനമെടുക്കുക. വിസിദ്ധമേ. ഇനി അടുത്തത് ഫയർ. ആ ഫയർ ഉള്ളിൽ എരിയുന്ന ആ ഒരു തീ ഉണ്ടാവണം. F for focus, I for intelligence and information knowledge, R for responsibility, E for enthusiasm or excitement. ഇതുണ്ടാവണം. ഇനി നെക്സ്റ്റ് ഫോക്കസ് യൂത്ത്. ചെറുപ്പക്കാരായ കഴിവുള്ള ആൾക്കാർ നിങ്ങളുടെ ടീമിൽ കൊണ്ടുപോകണം. തലമുറയായിട്ട് പോകുമ്പോൾ ലോങ് ടേം റിസൾട്ട് പറയും. പഠിച്ചൊക്കെ ഇറങ്ങുന്ന വിദ്യാഭ്യാസത്തിന്റെ അവസാന ഘട്ടത്തിലൊക്കെ പോകുന്ന നല്ല നല്ല യങ് എനർജറ്റിക് ഗ്രൂപ്പിലേക്ക് വന്നാൽ അവരൊരു കരിയറായിട്ട് ഏറ്റെടുത്താൽ, കണക്ക് പറയുന്നത് ഏത് ഡെവലപ്ഡ് കൺട്രി എടുത്താലും അതിൽ 20% ആളുകളും ഡയറക്ട് സെല്ലിങ്ങിനെ കരിയർ ആക്കുമെന്നും അതിലൂടെ 45% പേരും ഡയറക്ട് സെല്ലിങ്ങിനെ കരിയർ ആക്കുമെന്നാണ് റിപ്പോർട്ട്. നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഇനി അടുത്തത്, ഈ ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജയിക്കണമെങ്കിൽ ക്യാരക്ടറാണ്. നല്ല സ്വഭാവത്തിനുടമയാണ്. നന്നായി ഡീൽ ചെയ്യുക. പറഞ്ഞ വാക്ക് പാലിക്കുക. പാലിക്കാൻ പറ്റാത്തത് പറയാതിരിക്കുക. പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ പോയാലും ചെയ്യണം. മറ്റുള്ളവരോട് ചതി വഞ്ചന കാണിക്കരുത്. ആവശ്യമില്ലാത്ത ഗെയിംസ് പൊളിറ്റിക്സ് കളിക്കരുത്. യൂണിറ്റിയോടുകൂടി പോവുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആരെങ്കിലും ധാരണ വെച്ചിട്ടുണ്ടാകും.
അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല, പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനാണ് ലീഡർ ശ്രമിക്കേണ്ടത്. എ ലീഡർ ഈസ് എ പേഴ്സൺ ഹു എക്സിക്യൂട്ട് ദ പ്രോബ്ലംസ്. പ്രോബ്ലം ഉണ്ടാക്കുന്നവർ ഒരിക്കലും ലീഡർ ആവില്ല. ഒരു ലീഡർ എപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരാകണം. അങ്ങനെ ലോകത്ത് എന്ത് മാറ്റം കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ മാറ്റം സ്വയമായി മാറണമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത്. ഇനി അടുത്തതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നിങ്ങൾ ആദ്യത്തെ വർഷം ചിലപ്പോൾ സേവിങ്സ് ഒന്നും ഉണ്ടാവില്ല. ഡോണ്ട് വറി, നോട്ട് എ ടൈം ഫോർ സേവിംഗ്. റീഇൻവെസ്റ്റ് ഫോർ ലേണിംഗ്, ട്രാവലിംഗ്, സ്റ്റേയിങ്, ഫുഡ്, ഇതൊക്കെ നമ്മൾ ചെലവാക്കണം. പണം എറിഞ്ഞാലേ പണം കിട്ടും. അരി വിതച്ചെങ്കിൽ മാത്രമേ, നെല്ല് വിതച്ചെങ്കിൽ മാത്രമേ അരി കിട്ടൂ. ഒരു നെൽവിത്തിൽ നിന്നും ഒരു കതിര് വന്നാൽ ആ കതിരിൽ 100 നെൽവിത്തുകൾ ഉണ്ടാകും. ആ 100 നെൽവിത്തുകൾക്ക് 100 കതിരുണ്ടാക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശക്തമായി വിചാരിക്കുക, ഒരു ശക്തമായ തീരുമാനം നമ്മൾ എടുക്കുക. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ബിസിനസ്സിൽ. അപ്പൊ നമ്മൾ ഇറങ്ങുമ്പോൾ ഇനീഷ്യലി നമ്മൾ ചെലവാക്കേണ്ടി വരും. സെക്കൻഡ് ഇയർ മേബി നിങ്ങളൊരു 10% സേവ് ചെയ്യും. തേർഡ് ഇയറിൽ നിങ്ങളുടെ ടീം ശക്തമാകുമ്പോൾ നിങ്ങളുടെ വരുമാനം കൂടും, നിങ്ങളുടെ എക്സ്പെൻസ് സെയിം ലെവലിൽ നിൽക്കും, സേവിങ്സ് 20% ആവും. തേർഡ് ഇയറിൽ മേബി 25% ആവും. ഒരു കാരണവശാലും 30% കൂടുതൽ സേവ് ചെയ്യാൻ പാടില്ല. പിന്നെന്ത് ചെയ്യണം? ബിസിനസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി നമ്മൾ ചെലവാക്കണം. എന്ന് പറഞ്ഞ് വരുന്നവർക്ക് പോകുന്നില്ല, മാറിക്കൂടി കൊടുക്കാനല്ല. ഒരു കാരണവശാലും ടീമിലുള്ള ഒരാൾക്കും പൈസ കടം കൊടുക്കരുത്. കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടി വാങ്ങുന്നവർ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. കടം കൊടുക്കുന്ന ആളെ ഫോൺ വിളിച്ചാൽ പോലും എടുക്കൂല. അതുപോലെ ഒരു കാരണവശാലും ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ അടുത്ത് പൈസ കടം വാങ്ങാതിരിക്കുക. മറ്റുള്ളവരുടെ പൈസ ദുർവിനിയോഗം ചെയ്യാതിരിക്കുക. മറ്റുള്ളവരുമായി ആവശ്യത്തിൽ കവിഞ്ഞ ബന്ധം പോലെ വെക്കരുത്. Respect the relation. Make good unity, but don't be close. ബാടാബോട എടാബോട കമ്പനി ആവരുത്. അങ്ങനെയായാൽ അവിടെ പ്രശ്നങ്ങൾ വന്നു. അപ്പൊ നമ്മൾ വളരെ കൃത്യമായി ഫിനാൻഷ്യൽ മാനേജ്മെന്റും മാനേജ്മെന്റും പരിശീലിച്ചിട്ട്, അതുകൊണ്ടാണ് എല്ലാവർക്കും ഡയമണ്ട് ആകാൻ പറ്റാത്തത്. നിങ്ങളത് മനസ്സിലാക്കുക. ഇനി അടുത്തത് ഷോയിങ് അച്ചീവ്മെന്റ്സ്. ഇമ്പോർട്ടന്റ്. ഒരു കാരണവശാലും നിങ്ങൾ ഒരു 5 ലക്ഷം രൂപയുടെ കാർ പോലും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ആദ്യം കയറി 10 ലക്ഷം രൂപയുടെ കാർ എടുക്കരുത്. അതിനുള്ള ഇൻകം സേവിങ്സ് ഉണ്ടെങ്കിൽ, ബേസിക് നെസസിറ്റീസ് ഉണ്ടെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാവുള്ളൂ. ഇനി ചില ആളുകൾക്ക് 50 ലക്ഷത്തിന്റെ കാർ എടുക്കേണ്ട സിറ്റുവേഷൻ വരും. ഫോർ എക്സാമ്പിൾ, ഒരു CTC, ITC ലെവലുള്ള ആൾക്കാർ അവർ റെഗുലർ സീലിംഗിൽ എത്തുക എന്നുള്ളത് ഫസ്റ്റ്. രണ്ടാമത് അത് വന്നു കഴിഞ്ഞാൽ ആ ലെവലിലേക്കുള്ള ഒരു കാറിലേക്കും വീടിലേക്കും ഒക്കെ അവർ മാറും. കുറെ സമ്പാദിച്ച് വെച്ചിട്ട് ഒരു ടപ്പയെന്ന് പറഞ്ഞ് അടിച്ചു പോകും. ഏതെങ്കിലും വണ്ടിക്കടി കിടത്തേ ഉള്ളൂ. ഈ തവളയൊക്കെ അവസാനം നമ്മളൊക്കെ കാണാൻ പറയും. മക്കളൊക്കെ ഉണ്ടാക്കി വെച്ചതൊക്കെ അടിച്ച് പൊളിച്ച് ജീവിക്കുന്നതാണ് പറ്റും. ഖുർആനിൽ വചനമുണ്ട്, നിങ്ങൾ ഈ ലോകത്ത് സമ്പാദിച്ചതൊക്കെയും നിങ്ങളുടേതാണ്, നിങ്ങൾ അവശേഷിപ്പിച്ചു പോകുന്നതൊന്നും നിങ്ങളുടേതല്ല. അതുകൊണ്ട് ഞാൻ തന്നതിൽ നിന്നും നിങ്ങൾ വിനിയോഗം ചെയ്യുക, നല്ല മാർഗത്തിൽ ചെലവഴിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പരലോകത്ത് നല്ലത് കിട്ടും. എന്താണ് ഈ നല്ല മാർഗം? നമ്മൾ യാത്ര ചെയ്യുക, ബിസിനസ്സിന് വേണ്ടി വർക്ക് ചെയ്യുക, പല സ്ഥലങ്ങളിൽ സ്റ്റേ ചെയ്യുക, താമസിക്കുക, നല്ലൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്കിവിടെ കടയൊന്നുമില്ല, കണ്ടോ? കടയില്ല, സ്റ്റോക്കില്ല. നമ്മുടെ വാഹനമാണ് നമ്മുടെ ഓഫീസ്. അതാണ് ഷോ ചെയ്യേണ്ടത്. അത് ആവശ്യത്തിനനുസരിച്ച് മാത്രം മതി. ഇത് രണ്ടും നല്ലതല്ല. ഒരിക്കലും ഒരു പിശുക്കലാകരുത്. ബൈബിൾ വചനമുണ്ട്, പിശുക്കന്മാർ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ഭയങ്കര പാടാണ്. സോ ഞാൻ കൂടുതലൊന്നും പിശുക്കൻ അസൂയാലും അമിതമായി ഭക്ഷണം കഴിക്കുന്നവരും ഒന്നും നന്നാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി എടുത്തു പറയാനുള്ള കാര്യം വൈദ്യത്തിലേക്ക് കിടക്കുകയാണ്. വിന്നേഴ്സ് നെവർ ക്വിറ്റ് ആൻഡ് ക്വിറ്റേഴ്സ് നെവർ വിൻസ്. ഈ ബിസിനസ്സിൽ ഇന്ന് വന്നിട്ടുള്ള ആളുകളിൽ നിങ്ങൾ ഈ ബിസിനസ്സിലൂടെ ഞാനൊരു ഡയമണ്ട് വരെ എത്തും, അതിനപ്പുറത്തേക്ക് കടക്കും, ഒരുപാട് ഡയമണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന തീരുമാനമുള്ള കൈവക്കും. ഐ എം സോ ഹാപ്പി. ഈ പ്രോഗ്രാം വൻ വിജയമാണ്. ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന എല്ലാ ലീഡേഴ്സിനെയും ഞാൻ റെക്കഗ്നൈസ് ചെയ്യുകയാണ്, അംഗീകരിക്കുകയാണ്. ശക്തമായ കൈയ്യടികളോട്, ശക്തമായ കൈയ്യടി. ഡിക്ലറേഷന്റെ സമയം എന്റെ പ്രഖ്യാപനം ഞാൻ പറയുക മാത്രമല്ല, ഇപ്പൊ ചെയ്തിരുന്നു.
ഈ കാർ എടുക്കുമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, ഇനി ഇൻഷാല്ലാ അത് പടച്ചോൻ അനുഗ്രഹിച്ചാണ് ഈ വരുന്ന ഡിസംബറിന് മുമ്പ് അല്ലെങ്കിൽ നവംബറിൽ തന്നെ അവർക്ക് ഡെലിവറി എടുക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. അതിനുവേണ്ടിയിട്ടാണ് എന്റെ ബുക്കിംഗ് നടത്തിയത്. ഇറ്റ്സ് എ മേബാക്ക് മെർസിഡീസ് ബെൻസ്. ഇതിനാണ് ഇതൊക്കെയാണ് എന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നേരത്തെ കണ്ടോന്നറിയില്ല. ഇറ്റ്സ് ബിയോണ്ട് ഇമാജിനേഷൻ. എന്റെ ഒരു കൊമേഴ്സ്യൽ കോംപ്ലക്സ് ആലപ്പുഴയിൽ തുടക്കം ഇട്ടിട്ടുണ്ട്. 2026 ഞാനത് ഫിനിഷ് ചെയ്യും. മാസം 5 ലക്ഷം രൂപയുടെ എക്സ്ട്രാ വാങ്ങുന്നു. ഇനി 3 ഇവിടെ എഴുതിയിട്ടൊന്നുമില്ല. US ഞാനിപ്പോൾ ഉണ്ട്, ഫാമിലി ഉണ്ട്. അവിടെ ചെറിയ വരുമാനം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു ചെറിയ കോംപ്ലക്സ് 2026 ഡിസംബറിനുള്ളിൽ വാങ്ങാനുള്ള തീരുമാനമുണ്ട്. അതിന് രാവും പകലും പഴയകളും ചെയ്യും. ഓക്കെ, അതും തീരുമാനമുണ്ട്. ഇനി അടുത്തത് 2027-29 ഇപ്രാവശ്യം ദുബായി പോയപ്പോൾ ആ തീരുമാനം ശക്തമായി. ഒരു സീ സൈഡ് ഒരു ബ്യൂട്ടിഫുൾ വില്ല അവിടെ സ്വന്തമായിട്ട് വാങ്ങിക്കണം. വല്ലപ്പോഴൊക്കെ കൊണ്ട് താമസിക്കും. അല്ലാത്തപ്പോ Airbnb റെന്റിന് കൊടുക്കും. ഇനി അടുത്തത് 2031 കുട്ടികളൊക്കെ എവിടെ സെറ്റ് ആവുന്നത് തീരുമാനം. US ഒരു ബ്യൂട്ടിഫുൾ മാൻഷൻ, ഞാൻ കണ്ട സ്വപ്നം കണ്ട ഏറ്റവും നല്ലൊരു മാൻഷൻ സ്വപ്നമാക്കുക മേടിക്കും. അത് ലോകത്തിലെ ഏറ്റവും മനോഹരമായിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഇനി അടുത്തത് 2027 ലംബോർഗിനി ഉറൂസ് ദുബായിൽ ആവാനാണ് സാധ്യത. ഞാനിന്റെ ടെസ്റ്റൊക്കെ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനി US 2027 തന്നെ ഒരു ബെന്നി കാർ വാങ്ങിക്കും. ബെല്ല് അത് ഓൾറെഡി ടെസ്റ്റൊക്കെ കഴിഞ്ഞു. സൗണ്ട് ഒന്നും ഓടിക്കുക. അവിടെ ഒരു സൗണ്ട് ഇട്ടാൽ പ്രോബ്ലം. ഒരു മ്യൂസിക്, ദിസ് ഈസ് ദ ബെല്ല്. ഓൾറെഡി ടെസ്റ്റൊക്കെ ഞാൻ കഴിഞ്ഞിരിക്കുന്നു. എന്റെ ഡിക്ലറേഷൻ ഇവിടെ കൊണ്ട് ഞാൻ തീർക്കുവാണ്. 2033 അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുവാണ്. അവർക്ക് ഫ്ലൈറ്റിൽ സ്കൂളിൽ പോയി ചേരാൻ പോവാണ്. ഫ്ലൈറ്റ് പറക്കുന്നോട് പറഞ്ഞു. അതിനൊരെണ്ണം അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കരിപ്പൂരോ കൊച്ചിയിലോ തുടങ്ങിയ ഒരു പ്രോഗ്രാം ഉണ്ടാകും. നമ്മളിൽ വിശ്വസിക്കാൻ നമ്മളൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഡു യു ബിലീവ് ഇൻ യു? ഡു യു ബിലീവ് ഇൻ യു? പ്രോഗ്രാമിന്റെ അവസാന ഭാഗത്തേക്കാക്കി നമ്മൾ തീരുമാനമെടുത്ത് ഉറപ്പിച്ചാൽ വിജയം ഉറപ്പാണ്. ഒരാൾക്ക് നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റില്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. എല്ലാവരും 2 ലക്ഷം പറഞ്ഞാലും വാങ്ങുമോ? എന്റെ ആഗ്രഹം 2026 തന്നെ നിങ്ങൾ 2 ലക്ഷം പറഞ്ഞാലും വാങ്ങണമെന്ന്. 2027 ഒന്നാമത് കാലത്ത് തിരിച്ചാൽ ടെൻഷനൊന്നാണ്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ദൈവം ദീർഘായുസും ആരോഗ്യവും. സമയത്തെ ഉപയോഗപ്പെടുത്തുന്നവരാണ് ലോകത്തിലെ ഏറ്റവും മിടുക്കൻ. അങ്ങനെയുള്ളവരെയാണ് ദൈവത്തിന് ഇഷ്ടം. Yes, don't waste your time. Wasting time means wasting your life. That's all. ഇവിടെ നിങ്ങളുടെ പേരെയും ചേർക്കണ്ടേ? ഇവിടെ നിങ്ങളുടെ പേരെയും ചേർക്കണ്ടേ? അതുകൊണ്ട് ഈ പ്രോഗ്രാമിന്റെ വൈൻഡപ്പിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ മലപ്പുറത്തിന്റെ സ്വന്തം ITC ലീഡർ സുരേഷ് സാറാണ് വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞ് ഒരു മെസ്സേജ് വന്ന് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നത്. സുരേഷ് സാറിനെ നിറഞ്ഞ കൈയടിയോടുകൂടി വളരെ ശക്തമായ